പ്ലാസ്റ്റിക് നിരോധനവുമായി ബന്ധപ്പെട്ട് കടുത്ത നടപടികളിലേക്കാണ് ആമയിഴഞ്ചാൻ വിഷയത്തിന് ശേഷം സർക്കാർ പോകുന്നത്. വരുന്ന തലമുറകൾക്കെല്ലാം വില്ലനാകുന്ന പ്ലാസ്റ്റിക് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതിന് പകരം എന്തുകൊണ്ട് നമുക്കൊന്ന് മാറി ചിന്തിച്ചുകൂടാ? ബദൽ മാർഗമായി ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക്കിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാമിനി. 2020 ജനുവരിയിലാണ് സംസ്ഥാനത്ത് ആദ്യമായി പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തുന്നത്. പുനരുപയോഗം സാധ്യമല്ലാത്ത 50 മൈക്രോണിൽ താഴെയുള്ളതും ഒറ്റത്തവണ ഉപയോഗിക്കുന്നതുമായ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് നിരോധിച്ചിട്ടുള്ളത്. പക്ഷേ കേരളത്തിൽ ഉൽപാദനം ഇല്ലെങ്കിൽ പോലും നിരോധിത പ്ലാസ്റ്റിക് ഇനങ്ങൾ സുലഭമാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രധാനമായും പ്ലാസ്റ്റിക് എത്തുന്നത്. ആമയിഴഞ്ചാൻ തോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ കർശന നടപടികളിലേക്ക് സർക്കാർ നീങ്ങുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന കമ്പോസ്റ്റബിൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ആവശ്യകത ഏറുന്നത്. ഇത് കേരള ഗവൺമെൻറ് ജിയോ മുഖാന്തരം ബാൻ ചെയ്തതിന് പകരം ഇതാണെന്ന് പറഞ്ഞിട്ട് ശേഷവും ജനങ്ങൾ ഇപ്പോഴും നിരോധിത ഉൽപ്പന്നം തന്നെ വീണ്ടും ഉപയോഗിക്കുന്നു. അതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റങ്ങളെല്ലാം പ്ലാസ്റ്റിക് കോട്ടഡ് ആയിരുന്നു. ആ പ്ലാസ്റ്റിക് കോട്ടഡ് ഉൽപ്പന്നങ്ങൾ വന്ന് അടിയുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ഡ്രെയിനേജുകളെല്ലാം ബ്ലോക്ക് ആവുന്നത്. അപ്പോൾ അതിന് പകരം ഡീഗ്രേഡബിൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലിയും ഇത് ഇപ്പം 180 ഡേയ്സ് ടെസ്റ്റിംഗ് പ്രോട്ടോകോൾ പറയുന്നെങ്കിലും ആക്ച്വലി ഇതൊരു 30 ഡേയ്സിനുള്ളിൽ തന്നെ അറൗണ്ട് 50% ഡീഗ്രേഡ് ആവും. സാധാരണക്കാർക്ക് നിരോധിത പ്ലാസ്റ്റിക്കുകൾ വേർതിരിച്ചറിയാൻ കഴിയാറില്ല എന്നതും ഒരു പ്രശ്നമാണ്. പക്ഷേ പരിഹാരമുണ്ട്. അത് ആൾറെഡി തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ മാനദണ്ഡത്തിൽ ഇതിൽ QR കോഡുണ്ട്. അത് QR കോഡ് സ്കാൻ ചെയ്ത കമ്പനിയുടെ സർട്ടിഫിക്കറ്റും സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സർട്ടിഫിക്കറ്റും കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽ ഇതിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതിന് അഡൾട്ടറേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും, കാരണം ഇതിന് ഇങ്ങനെ അഡൾട്ടറേറ്റഡ് ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചാൽ അത് പിടിച്ചെടുത്താൽ വരുന്ന ഒഫൻസ് എന്താണെന്ന് കറക്റ്റായിട്ട് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ജിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ എന്ന് എൻ്റെ ഒരു റിസർച്ചിൽ 2019 മുതൽ കമ്പനി ഇതിൻ്റെ ഇന്നോവേഷൻ റിസർച്ചുമായിട്ട് നിൽക്കുന്ന കമ്പനിയാണ്. എൻ്റെ അറിവിൽ ഒരുമാതിരിപ്പെട്ട ഒരു കമ്പനി പോലും ഇന്ത്യയിൽ അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നാണ് അസോസിയേഷൻ മനസ്സിലാവുന്നത്. ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വിളമ്പിയാൽ പോലും ആരോഗ്യത്തിന് ഹാനികരമാകാത്ത തരത്തിലാണ് കമ്പോസ്റ്റബിൾ പ്ലാസ്റ്റിക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായും ഇന്ത്യൻ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചാണ് കമ്പോസ്റ്റബിൾ പ്ലാസ്റ്റിക്കിന്റെ നിർമ്മാണം. നിരോധിത പ്ലാസ്റ്റിക് നിർമ്മിക്കുന്ന കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കുകയും ബദൽ മാർഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണവും സർക്കാർ തലത്തിൽ ഉണ്ടായാൽ മാത്രമേ നിലവിലെ അവസ്ഥയ്ക്ക് പരിഹാരമാകൂ എന്നാണ് ബയോഡീഗ്രേഡബിൾ പേപ്പർ മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ നിലപാട്. ന്യൂസ് മലയാളം, കൊച്ചി.